വയനാട് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെ സാഹചര്യത്തിൽ നിരന്തരമായ ആവശ്യമാണ് അവിടം കേന്ദ്രീകരിച്ചുള്ള ഹെലിപ്പാഡുകൾ, ദുരന്ത നിവാരണത്തിന്റെ പുതിയ ക്യാമ്പുകൾ, കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാകണം എന്നുള്ളത്. അതിന്റെയൊക്കെ ആവശ്യകത ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ തുടർ ദുരന്തങ്ങൾ. ദുരന്തങ്ങൾ ഇങ്ങനെ എവിടെ എവിടെ മുണ്ടക്കൈയിൽ NDRF സംഘം എത്തി എന്നൊരു വിവരമാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. മാധു, അതാണ് ഇപ്പോൾ പങ്കുവച്ചത്. എന്തായാലും അവരവിടെ എത്തിയത് ആശ്വാസകരമാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അവിടെ തന്നെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനുള്ള സംവിധാനം NDRFന് ഒരുക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയവരോ തകർന്ന വീടുകൾക്കുള്ളിലൊക്കെയുള്ള രക്ഷാപ്രവർത്തനം, ഇങ്ങോട്ട് കടക്കാനുള്ള മാർഗം ഇപ്പോഴും റെഡിയായിട്ടില്ലെങ്കിൽ കൂടി ഈ NDRFന്റെ സംഘം മുണ്ടക്കൈയിൽ എത്തി എന്ന ഒരു വിവരമാണ് ഏറ്റവും പുതിയതായിട്ട് നൽകാനുള്ളത്. ഇപ്പോൾ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും അതുപോലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഈ വെള്ളാർമല സ്കൂളിന്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകരുമായിട്ടൊക്കെ മന്ത്രിയും അവരും സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും സൈന്യം എത്തുന്നതോടുകൂടി മാത്രമേ ഈ മുണ്ടക്കൈയിലേക്കുള്ള പാലം പുനഃസ്ഥാപിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുകയുള്ളൂ. അതിനുള്ള ശ്രമങ്ങളാണ് ഇനി അത്യാവശ്യമായി വേണ്ടത്. കാരണം NDRF അവിടെ എത്തിയെങ്കിൽ കൂടി അവിടെ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടവരോ അസുഖം ബാധിച്ചവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ പുറത്തെത്തിക്കുമെന്നത് ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഒരൊറ്റ നിമിഷം കമൽ, ഇപ്പോൾ മന്ത്രി